ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ്. ശരത്ത് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നമ്മുടെ രേവതി ആണെങ്കിൽ ഫുഡ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മാറിപ്പോയി. ലക്ഷ്മിയും ദേവും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ. അവിടെ നമ്മുടെ മഹേഷിനോട് എല്ലാവരും പറയുകയാണ്, നീ എന്തിനാടാ ഈ പരിപാടി കാണിച്ചത്? അവന് ഇതിപ്പോ കുടുംബ പ്രശ്നം ആവില്ലേ? നിനക്കറിയില്ലായിരുന്നോ പലിശ പൈസ കൊടുക്കണമെന്ന്? നീ ആ സച്ചിക്ക് ആ ഒരു ചിട്ടി അടിച്ചപ്പം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അന്ന് നിനക്ക് കൊണ്ടുപോയി പലിശ പൈസ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഇതിപ്പോ അവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും. നോർത്തു നോക്കിയേ. രേവതിയുടെ ആങ്ങളേനെ തല്ലി. ഇന്ന് രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ രേവതി സഹിക്കുവോ? നീ കാരണം മൊത്തം പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ മഹേഷിനോട് കൂട്ടുകാരന്മാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷും പറഞ്ഞു, അതെ ശരിയാടാ സച്ചി, ഞാൻ കാരണം തന്നെയാടാ പ്രശ്നം ഉണ്ടായത്. കാരണം നിന്റെ കുടുംബത്തിൽ ഇത് വലിയ പ്രശ്നമായി തീരും. ദേ എന്നെ തല്ലിന്നോർത്ത് നീ എന്തിനാ അവനെ തല്ലാൻ പോയത്? എന്നെ രണ്ട് തല്ലിയിട്ട് അവന്മാർ പൊക്കോളില്ലായിരുന്നോ? നീ അവനെ കൈവെക്കണ്ടായിരുന്നു. മറ്റവനെ കൈവച്ചാലും കുഴപ്പമില്ല. നീ ശരത്തിന് എന്തിനാടാ കൈവച്ചത്? അതിന്റെ കാര്യമില്ലായിരുന്നു നിനക്ക്. ഇതിപ്പോ എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ. അത് മാത്രമല്ല, ശരത്ത് പോയി രേവതിയോട് പറയുക നീ തല്ലീന്ന്. രേവതി എന്ത് വിചാരിക്കും? രേവതിയുടെ അമ്മയും അനിയത്തി എന്ത് വിചാരിക്കും? നിങ്ങളുടെ കുടുംബക്കാരെന്ത് വിചാരിക്കും? പ്രശ്നമാവില്ലേ? നിർത്തുന്നുണ്ടോ മഹേഷ്? മതി നീ പറഞ്ഞത്. അവന് ഒരു കൈ അല്ലായിരുന്നു, അവന് രണ്ട് കൈയും തിരിച്ചൊടിക്കണമായിരുന്നു. എന്താടാ സച്ചി നീ പറയുന്നത്? അവൻ ചെയ്തതിന് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരന്മാരെയൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പൊ ആ കൂട്ടുകാരന്മാർ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മുടെ ശരത്ത് ചെയ്ത കാര്യം സച്ചിക്ക് പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് പറഞ്ഞു, എടാ നിങ്ങൾ പൊക്കോടാ, അവൻ ആകെ കലിപ്പില്ല, കട്ടക്കലിപ്പില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിടാണ് കൂട്ടുകാരന്മാരെ. എന്നിട്ട് നമ്മുടെ സച്ചിയോട് ചോദിച്ചു, എന്താടാ പ്രശ്നം? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോന്നോ? പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ശരത്ത് എന്ന് പറയുന്നവൻ ആരാന്നാ നിന്റെ വിചാരം? അവൻ പഠിക്കാനും പോകുന്നില്ല. അവനിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്ന് അവൻ കാണിക്കുന്നത് ഓരോന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ കൈയും കാലും ഓടിച്ച് വീട്ടിനകത്തിടാൻ തോന്നും. എന്താടാ പറയുന്നത് നീ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ. ഉണ്ട്, നീ ഇത് കാണ എന്ന് പറഞ്ഞ വീഡിയോ കാണിക്കാൻ കേട്ടോ. വീഡിയോ കണ്ടത് നമ്മ മഹേഷും അങ്ങോട്ട് പേടിച്ചു പോയി. മഹേഷ് പറഞ്ഞു, എടാ ഇത് നിന്റെ അമ്മയുടെ കയ്യിൽ നിന്നല്ലോ ആണല്ലോടാ. ഇതിപ്പം ഇത് വലിയ പ്രശ്നമാകുമല്ലോടാ. ഇത് വലിയ പ്രശ്നമാകും. ദേ ഞാൻ പറയാം സച്ചി, നീ ഈ കാര്യം നീ രേവതിയോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. നീ ഈ കാര്യം രേവതിയോട് പറഞ്ഞോ? ഇല്ലെങ്കിൽ രേവതി ഓർക്കും നീ വെറുതെ ആ ചെറുക്കൻ്റെ കൈ പിടിച്ച് തിരിച്ചെന്ന്. എന്താ ഉണ്ടാവുക? നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തില്ലേ? അത് പിന്നെ രേവതിയോട് ഞാൻ ഇതൊക്കെ എങ്ങനെയാടാ പറയുന്നത്? അവളൊക്കെ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഈ ചെറുക്കനെ കുറിച്ച്. അത് മാത്രമല്ല, ഇവൻ പണ്ടൊരു ബൈക്ക് മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഇവൻ്റെ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട വന്നിട്ടാ ഇവൻ്റെ അച്ഛൻ ആത്മഹത്യയൊക്കെ ചെയ്തത്. അറിയാമോ നിനക്ക്? അതിൻ്റെ പേരിൽ ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലോ, വേണ്ട, അവരുടെ കുടുംബം തന്നെ ആകെ തകർന്നു പോകും. അത് മാത്രമല്ല, ലക്ഷ്മി അമ്മയ്ക്കും ദേവുവിനും രേവതിക്കൊക്കെ ഇവനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇവനെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്ന് മാത്രമല്ല, ഇവനാണ് അവരുടെ എല്ലാം എല്ലാം എല്ലാം. ആ സ്ഥിതിക്ക് ഇവൻ ഇങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞാൽ ഇനി അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ എന്ത് ചെയ്യും? നീ ഓർത്തു നോക്ക്. അവർക്ക് ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മേനെയും കൂടെ നഷ്ടമാവില്ലേ? അതുകൊണ്ടാണ് എനിക്കിതൊരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ രേവതിയോടോ ആരോടും ഇത് പറയില്ല. എടാ നീ പറയാതിരുന്നാൽ നീ ചെയ്തത് കുറ്റമായിട്ടല്ലേ അവർ കാണത്തുള്ളൂ. നീ ചെയ്തത് കുറ്റമാണെന്ന് പറയും. അതുപോലെ തന്നെ നിന്നെ അവരെല്ലാവരും വൃത്തികെട്ടവനായിട്ട് കാണും. സ്വന്തം ആങ്ങളെന്നെ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണാടാ സഹിക്കുന്നത്? അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ലാത്ത സാഹചര്യം ആടാ. അതുകൊണ്ട് ഞാനിത് പറയില്ല. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും കേട്ടോ. എത്ര പ്രശ്നമാണെങ്കിലും ഞാൻ പറയില്ല. ഞാനിത് ആരോടും പറയില്ല. ആരെയും ഞാൻ കാണിക്കത്തുമില്ല. നീ ഇത് ആരോടും പറയാൻ നിൽക്കരുത്. പിന്നെ ആ സ്റ്റുഡിയോന്ന് എനിക്കിത് കിട്ടിയത് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പോയപ്പം അവിടെയുള്ള ചെറുക്കനെ കൊണ്ട് ഞാൻ അവിടുത്തെ ആ ഒരു CCTV ഫുട്ടേജിൻ്റെ അകത്ത് നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് പുറത്തൊന്നും പോകാൻ പോകുന്നില്ല. എൻ്റെ കയ്യിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കുമൊന്നും വേണ്ട. അതൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ ആകെപ്പാടെ പരിഭ്രമത്തോടു കൂടി നമ്മുടെ മഹേഷ് നിൽക്കുകയാട്ടോ. മഹേഷിന് മനസ്സിലായി ഇനിയിപ്പോൾ ഇത് വലിയ വിഷയമായി തീരുന്നു. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രേവതിനെയാണ് കേട്ടോ. അപ്പൊ രേവതി ദേവുവിനോട് ലക്ഷ്മിയോടും പറയും, ഞാൻ ഇപ്പൊ സച്ചേനെ ഒന്ന് വിളിച്ചിട്ട് വരാം, സച്ചേനെ വിളിച്ചിട്ട് കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് നേരെ സച്ചിനെ വിളിക്കുകയാണ്. അപ്പൊ രേവതി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, എന്താ രേവതി എന്ന് ചോദിച്ചു. പതിവിനെ സച്ചേട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ. നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല സച്ചേട്ടാ. ശരത്ത് അവന്റെ കൈ ആകെപ്പാടെ പ്രശ്നം. അവൻ ബൈക്കിൽ നിന്ന് വീണു. അവനോ ബൈക്കിൽ നിന്ന് വീണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്?
അല്ല സജ്ജേട്ടൻ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് ഞാൻ നെഞ്ചത്തടിച്ച് കരയണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതെ, എനിക്കിപ്പോ ഓട്ടം ഉണ്ട്, ഞാൻ ഓട്ടത്തിലാണ്, അതുകൊണ്ട് തൽക്കാലം എനിക്കിപ്പോ വരാൻ പറ്റില്ല. നീയും നിന്റെ അമ്മയും അനിയത്തിയൊക്കെ അവിടെ ഉണ്ടല്ലോ, പിന്നെ അതിന് ഞാനിനി സച്ചേട്ടൻ ഇവിടെ ഒരു ആണില്ലാതെ അവിടെ എന്തിനാണ്? അവിടെ ഒരു ആണൊരുത്തനല്ലേ കിടക്കുന്നത്? രേവതി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയുമ്പോൾ നീ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക്, എനിക്കിപ്പോ വരാൻ പറ്റില്ല, എനിക്ക് ഓട്ടം ഉണ്ട്, അതുകൊണ്ട് നീ ഫോൺ വെക്കുക. സച്ചേട്ട, ഈ സമയത്ത് ഞാൻ സച്ചേട്ടനല്ലാതെ വേറെ ആരെയും വിളിക്കുന്നത്? സച്ചേട്ടനല്ലേ ഞങ്ങൾക്കൊരു ആശ്രയമുള്ളൂ. ആ, ഞാനേ ആശ്രയമുള്ളെങ്കിലേ നീ ഒരു കാര്യം ചെയ്യുക, നീ നിന്റെ അനിയൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പതിയെ വന്നാൽ മതി. ഏതായാലും എന്നെ കൊണ്ട് ഇപ്പം വരാൻ പറ്റത്തില്ല, എനിക്ക് ഓട്ടം ഉണ്ട്, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഫോണൊന്ന് കട്ട് ചെയ്തു. രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ട് രേവതിക്ക് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കും. ഇതെന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? സച്ചിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും ആപത്ത് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിയെത്തുന്ന ആളാണ് നമ്മുടെ സച്ചി. അപ്പം പിന്നെ രേവതിക്ക് പെട്ടെന്ന് ഒരു വലിയ സംശയവും, ഇത് എന്ത് പറ്റിയ സച്ചേട്ടൻ ഇങ്ങനെ പറയുന്നത്? ഇതെന്തൊരു മനസാക്ഷിയില്ലാതെ, എന്താ ഞാൻ നെഞ്ചത്തെടുത്ത് അടിച്ച് കരയണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസാക്ഷിയില്ലാതെ പറയുന്നത് എന്ത് പറ്റി സച്ചേട്ടന് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പതിയെ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ദേവു ലക്ഷ്മിക്ക് ചോദിച്ചു, എന്ത് പറ്റിയിടി, സച്ചിനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇപ്പം തന്നെ സച്ചി വരുമോ? സച്ചിയേട്ടൻ വരും, ഇപ്പൊ തന്നെ വരാന്നാ പറഞ്ഞത്. ഏതായാലും സച്ചിയേട്ടൻ ഒരു ഓട്ടം ഉണ്ട്. പാവം, ഓട്ടം ഉണ്ടെങ്കിൽ ഓട്ടം പോട്ടേടി, എന്തിനാ വെറുതെ വിളിച്ചു വരുത്തുന്നത്? കടവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഓട്ടം ഒക്കെ പോയിട്ട് പതുക്കെ വന്നാൽ മതി എന്നിങ്ങനെ പറയാം. എങ്കിലും നമ്മുടെ രേവതിക്ക് വല്ലാത്ത ഡൗട്ട്. രേവതി ആ ഒരു പഴയ രേവതി ആയിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ദേവും ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ ചേച്ചിക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ശരത്തിന് വല്ലാത്ത സംശയം. അപ്പം ശരത്ത് ചോദിച്ചു, എന്താ സച്ചേട്ടൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, സച്ചേട്ടൻ വരാന്നാടാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശരത്തിന് മനസ്സിലായി ഏതെങ്കിലും കാര്യങ്ങളൊന്നും രേവതി അറിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ ആശ്വസിച്ചിരിക്കും. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, ഏതെങ്കിലും മക്കളെ നിങ്ങളിവിടെ നിൽക്കുക, ഇനിയിപ്പോ ഇവന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അപ്പൊ ഞാൻ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, എങ്കിൽ പിന്നെ അമ്മ തന്നെ പോകണ്ട, ഞാൻ വരാന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോളാം, നിങ്ങളിപ്പോൾ ഇവന്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ വന്നിട്ട് രേവതി നീ പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ ശരി അമ്മ പോയിട്ട് വാ, വേണമെങ്കിൽ ഞാനും കൂടെ വരാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നീ കൂടെ ഒന്നും വരണ്ട, ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവുവിനെയും രേവതിനെയും അവിടെ ആക്കിയിട്ട് നമ്മുടെ ലക്ഷ്മി അങ്ങ് പോവുകയാണ്. ഏതായാലും ലക്ഷ്മി പോയി ഈ സമയം കൊണ്ട് ആകപ്പാടെ ശരത്ത് വീർത്ത് ക്ഷീണിച്ച് പരിവശം എടുത്ത് കിടക്കാൻ കേട്ടോ. ഇനിയിപ്പം നമ്മുടെ സച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുളമാവും അറിയാം. പക്ഷെ നമ്മുടെ ശരത്ത് പറയുന്നില്ല, അപ്പോഴും ബൈക്കിൽ നിന്ന് വീണത് തന്നെയാണ് പറയുന്നത്. അല്ലാതെ ആരും കൈ പിടിച്ച് തിരിച്ചോടിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നതും വീണെന്ന് തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് രേവതി നേരെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയും ശ്രീകാന്തും വർഷയും ശ്രുതി എല്ലാവരും ഉണ്ട്. അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അത് പിന്നെ അവന് ഒന്ന് വീണതാണ്, ബൈക്കിൽ നിന്ന് വീണതാ, അവന്റെ കൈ തിരിഞ്ഞു പോയി, ഷോൾഡർ തിരിഞ്ഞു പോയി, ഡോക്ടർ ഏതായാലും ഇപ്പം എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പം ഒന്ന് സ്കാനൊക്കെ ചെയ്ത് നോക്കണം എന്ന് അച്ഛാ പറഞ്ഞതെന്ന് പറഞ്ഞു. ആണോ, അത്രയും പ്രശ്നമാണെന്ന്? ഇപ്പൊ ചന്ദ്രയാണ് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഓഹോ അവനല്ലേ, അവൻ വല്ല എന്തിനേലും പരിപാടിക്ക് പോയതായിരിക്കും, അവനെ കക്കാനും മോഷ്ടിക്കാനും ഒക്കെ അല്ലേ അറിയത്തുള്ളൂ. ഇനിയിപ്പോ ഏതെങ്കിലും ബൈക്ക് മോഷ്ടിച്ചെടുത്തോണ്ട് പോയതാണോ എന്ന് ആർക്കറിയാന്ന് പറയുമ്പോഴത്തേക്കും അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ? എൻ്റെ അനിയൻ ഇപ്പം ബൈക്ക് മോഷണോ കാര്യങ്ങൾക്കോ ഒന്നും പോവില്ല, അവൻ അന്നൊരു അബദ്ധം പറ്റിയതാ, അത് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അനിയന് ബൈക്കൊന്നും മോഷ്ടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല, അവനിപ്പോൾ അന്തസ്സായിട്ട് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്, അവൻ നല്ല രീതിയിൽ തന്നെ കുടുംബം നോക്കുന്നത്, അതുകൊണ്ട് അവനെക്കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, എനിക്ക് തീരെ പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ നിനക്ക് എന്താ പിടിക്കാത്തത്? ഒരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതിനല്ലേ, സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതിനല്ലേ നിന്റെ അനിയൻ കാരണം നിന്റെ അച്ഛൻ ഇപ്പൊ ഈ അവസ്ഥ വന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷ ചോദിച്ചു, എന്താ രേവതി ചേച്ചി അനിയൻ കള്ളനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല പക്ഷെ എൻ്റെ അനിയൻ കള്ളനൊന്നും അല്ല, ഈ അമ്മയ്ക്ക് ഭ്രാന്താ, എൻ്റെ അനിയൻ ഒരു അബദ്ധം പറ്റിയ ഒരു പ്രാവശ്യം, അതിനാ എൻ്റെ അനിയനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ അമ്മ, ഇനി എൻ്റെ അനിയനെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ മിണ്ടിപ്പോരെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നിനക്ക് എന്തിന്റെ സൂക്കേടാ ചന്ദ്രൻ, ആ ചെറുക്കൻ ഇപ്പം നന്നായിട്ട് ജീവിക്കുക, അബദ്ധം ഏതൊരു പോലീസുകാരനും പറ്റുമെന്ന് പറയുന്ന പോലെ അവൻ അന്നൊരു അബദ്ധം പറ്റി, അവന്റെ അറിവില്ലായ്മ, നീ എന്തിനാ അതും കുത്തി തിരിഞ്ഞ് ഇവളുടെ മെക്കിട്ട് കയറുന്നത്? അതിന്റെ കാര്യം നിനക്ക് എന്താ ഉള്ളത്? അയ്യോ എന്നൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അവൻ ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പിന്നെ ഇനിയിപ്പം അവനെ ആരും ഇവിടെ വെള്ള പൂശാനൊന്നും ശ്രമിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ രേവതി എറിഞ്ഞ് വെള്ള പൂശാൻ ശ്രമിക്കും, എൻ്റെ അനിയന് ഞാനല്ലേ വെള്ള പൂശാൻ ശ്രമിക്കുന്നത്, അല്ലാതെ വേറെ ആരും അല്ലല്ലോ, എൻ്റെ അനിയൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, എൻ്റെ അനിയൻ ഇപ്പം നല്ല രീതിയിൽ അവൻ പഠിക്കുന്നുമുണ്ട്, അവൻ പാർട്ട് ടൈം ജോലിക്ക് പോയി കുടുംബം നോക്കുന്നുമുണ്ട്, അവന് അങ്ങനെ ഒരു ചെറുക്കനാ, അവനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ തന്നെയുള്ളത്, അതുകൊണ്ട് അമ്മ ഇനി അവനെ തൊട്ട് കളിക്കണ്ട, എന്നെ എന്ത് വേണേലും പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പറയരുത് എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സമയത്താണ് സച്ചി പെട്ടെന്ന് അവിടെ കണ്ടത്. സച്ചിനെ കണ്ടതും, ദൈവം, സച്ചേട്ടൻ ഇതെന്താ, സച്ചേട്ടൻ ഇവിടെ, സച്ചേട്ടനപ്പം പോയില്ലേ,
അപ്പൊ പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അവൻ വന്നിട്ട് കുറച്ചു നേരമായല്ലോ, അവൻ കുറച്ചു നേരം മുമ്പ് ഇങ്ങോട്ട് അകത്ത് കയറി പോയത്. പക്ഷെ ഞാൻ മോളെ കുറിച്ച് ചോദിക്കാനും മറന്നുപോയി, ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിക്കാനും പറഞ്ഞു. ഇവൻ വന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല സച്ചേട്ടൻ വന്നില്ല, സച്ചേട്ടൻ ഓട്ടം പോയേക്കുമെന്നാ പറഞ്ഞത്. ഇതെന്താ സച്ചേട്ടൻ, സച്ചേട്ടനോട് ഞാൻ വിളിച്ചിട്ട് സച്ചേട്ടൻ വരാതിരുന്നത്? ഇവിടെ വെറുതെ ഇരിക്കുവാണെങ്കിൽ സച്ചേട്ടൻ വരത്തില്ലായിരുന്നോ? എന്ത് പറ്റി, സച്ചേട്ടൻ വല്ല തലവേദനയോ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? എന്താ സച്ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് വരാൻ തോന്നിയില്ല, ഞാൻ വന്നില്ല. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ചന്ദ്ര, നീ എന്താ പ്രതീക്ഷിച്ചത്? നിന്റെ കെട്ടിയോ നിന്റെ താളത്തിനൊത്ത് തുള്ളുന്നോ? അവനെ നിന്റെ താളത്തിനൊത്ത് തുള്ളാറൊന്നും ആയിട്ടില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് നിന്റെ താളത്തിനൊത്ത് തുള്ളും. അവനതിനെ അനുഭവിക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, നിന്നെ അവൻ ഇടയ്ക്ക് ഇങ്ങനെ തലയെ കയറ്റിക്കൊണ്ട് വെച്ച് നടക്കുന്നതല്ലേ, എന്നിട്ട് ടപ്പേന്ന് പറഞ്ഞ് താഴെ ഇടുന്നതല്ലേ, അതുപോലെ ഇപ്പോഴും സംഭവിച്ചു. പിന്നെ തലയെ കയറ്റിക്കൊണ്ട് വെച്ചോണ്ട് നടന്നു, ഇപ്പൊ ടപ്പേന്ന് താഴെ ഇട്ടു. അത് തന്നെയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. രേവതി വീണ്ടും ചോദിക്കുക, സച്ചേട്ടൻ എന്താ സച്ചേട്ടൻ വരാതിരുന്നത്? സച്ചേട്ടൻ വരുന്നല്ലേ ഞാൻ ഓർത്തത്. അവനാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല അവിടെ. അത് മാത്രമല്ല, സച്ചേട്ടൻ ഓട്ടം പോയി എന്നൊക്കെ എന്തിനാണെന്നാണ് പറഞ്ഞത്. കണ്ടോ കണ്ടോ സച്ചേട്ടൻ ഇത് എന്താ പറ്റിയതെന്ന് വെച്ചപ്പോ എനിക്കിപ്പോ വരാൻ പറ്റില്ല, അത്ര തന്നെ. കണ്ടോര് വീണു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുറകെ നടന്നാലേ എനിക്ക് പറ്റത്തില്ല, എനിക്കിപ്പോ സൗകര്യം ഇല്ലായിരുന്നു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതിക്ക് എന്തോ പോലെ സൗകര്യമില്ല, എനിക്ക് വരാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ചന്ദ്ര പറഞ്ഞു, ആഹാ എനിക്ക് ഇഷ്ടപ്പെട്ടു, എടാ നീയാടാ ഇപ്പൊ നീ ആണായത്. ഇങ്ങനെ തന്നെ വേണം, പെണ്ണുമ്പുള്ള വാലാട്ടുന്നതിനൊക്കെ പുറകെ ചെല്ലാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ സമയം കാണത്തുള്ളൂ. എടാ നീ ഇപ്പോഴാണ് ആണായതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും 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 നമ്മുടെ ചന്ദ്ര കിടന്ന് അങ്ങോട്ട് പൊലിപ്പിക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും ദിവസം തലയെ കയറ്റിക്കൊണ്ട് നടന്നതല്ലേ, ഇപ്പൊ കണ്ടില്ലേ, ഇവൻ ഇങ്ങനെ അടി, ഇവൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓന്ന് മാറുന്ന പോലെ ഇവന്റെ സ്വഭാവം മാറുന്നു. നീ ഇവന്റെ സ്വഭാവത്തിന് ഒത്തുകിടന്ന് തുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ നിന്റെ കെട്ടിയവനാന്നിടത്തോടൊക്കെ നടക്കല്ലായിരുന്നു. അയ്യോ എന്റെ കെട്ടിയവൻ എനിക്ക് താലിമാല മേടിച്ചു തന്നു, കടയിട്ട് തന്നു, ഇപ്പൊ എന്തായി, സ്വന്തം കുടുംബത്തിന്റെ ഒരു കാര്യം എനിക്ക് നിന്റെ കെട്ടിയ വന്നോടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കുത്തുവാട്ടോ കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്തിനീ കുണുകുണൂന്ന് വെച്ചോണ്ടിരിക്കുന്നത്? നീ നിർത്ത്, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഇവിടെ ഞാനുണ്ട് സംസാരിക്കാൻ, നീ ഇപ്പൊ മിണ്ടാതിരിക്കുക. അവൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ അവളുടെ തനിനിറം പുറത്തു വന്നത് കണ്ടില്ലേ? സച്ചി, എന്താടാ ഇവളുടെ ആങ്ങളെ നീ കാണാൻ പോകാതിരുന്നത്? അത് പിന്നെ അച്ഛാ എനിക്ക് തോന്നിയില്ല, അത് മാത്രമല്ല എനിക്ക് ഓരോ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തൊട്ടേനും പിടിച്ചതിന് അവൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താണ് സച്ചി നീ പറയുന്നത്? നിന്റെ ഭാര്യയുടെ ആങ്ങളെയല്ലേടാ വീണ് കിടക്കുന്നത്, നീ എന്താണ് ഇങ്ങനെയൊക്കെ ഒരു മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്നത്? സച്ചി ഇത് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു, എന്താ സച്ചേട്ടാ ഇത്? സച്ചേട്ടന്റെ ഭാര്യയുടെ ആങ്ങളെയല്ലേ, അപ്പൊ പിന്നെ സച്ചേട്ടൻ പോകണ്ടല്ലേ? നിർത്ത് ശ്രീകാന്ത്, നിനക്ക് പോകണമെങ്കിൽ നിനക്ക് പോകാം. നീ കൂടുതൽ എന്നെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത് ശ്രീകാന്തിനോട്. അപ്പൊ രവീന്ദ്രൻ ഇത് കണ്ടിട്ട് ദേഷ്യം കൊണ്ട് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി ഞാൻ പറഞ്ഞു, മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയാ, നിന്റെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ കാണണ്ട രേവതിയുടെ വീട്ടുകാരെ. അവൾക്ക് അച്ഛനില്ല അറിയാമോ? ആ സ്ഥാനത്ത് എല്ലാം നീയല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. നീയാണോ ഈ കിടന്ന് പറയുന്നത്? മര്യാദയ്ക്ക് നാളെ രാവിലെ നീ ഇവിടുന്ന് പൊക്കോണം, അവനെ പോയി കണ്ടോണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. രേവതിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല. രേവതിക്കാണെങ്കിൽ എന്തോ ഒരു അവസ്ഥ പോലെ ആയിപ്പോയി. സച്ചിയാണെങ്കിൽ രവീന്ദ്രൻ പറഞ്ഞതുകൊണ്ട് സച്ചിക്കൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. അപ്പം നമ്മുടെ സച്ചി എന്ത് ചെയ്തു? നേരെ അകത്ത് കയറിപ്പോയി. രേവതി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര വന്ന് വെറുതെ ഇങ്ങനെ കിള്ളി നാണം കെടുത്താണ് കേട്ടോ. നിനക്ക് ഇത് തന്നെ വേണോടി, നിനക്കല്ലെങ്കിൽ ഇത് തന്നെ വേണോടി, നിന്റെ ഈ കാഴ്ച കാണാനാണ് ഞാൻ നോക്കി നിന്നത്. നീ എന്താ ഓർത്തത്? നിന്റെ വീട്ടുകാരെ കൊണ്ട് അവൻ പിടിച്ചങ്ങോട്ട് പൊക്കി വെച്ചേക്ക് വന്നോ? ഇവൻ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരാന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ വീട്ടുകാരെ പോയിട്ട് അവൻ ഈ വീട്ടുകാരെ ഇഷ്ടമല്ല, പിന്നെയല്ലേ നിന്റെ വീട്ടുകാരെ എടുത്തു പിടിച്ചോണ്ട് നടക്കാൻ പോകുന്നത്? അവനെ ഓർത്തിട്ട് എന്റെ പൊന്നി രേവതി, നീ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കേ പോകത്തുള്ളൂ, മര്യാദയ്ക്ക് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ആകെപ്പാടെ വേർത്ത് പരവശമായിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഏകദേശം ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമുക്ക് കാത്തിരി തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. കുറച്ച് ലേറ്റ് ആയി പോയി, ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം അടുത്തത് നമ്മുടെ നയനയുടെയും ആദിത്യന്റെയും കഥയാണ്. ഉടനെ അതുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.